മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള അപദാനങ്ങൾ പ്രകീർത്തിക്കാനും തങ്ങളുടെ ജീവിത ഏടുകൾ മനസ്സിലാക്കാനും അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാനും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാനുള്ള ഒരു അന്തഃച്ഛോദന ലഭിക്കാനുമൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വളരെ വിപുലമായി വിവിധ സ്ഥലങ്ങളിൽ ഈ പരിപാടിയുടെ ഭാഗമായി വ്യത്യസ്ത ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടും. അതെല്ലാം വളരെ ഭംഗിയായി നടത്താനും സംഘടിപ്പിക്കാനും മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരപ്രദമാകാനും സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യാം. 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അധുനാതന കാലഘട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസക്തി, തങ്ങളുടെ ജീവിത സന്ദേശങ്ങളുടെ പ്രൗഢി, അവയുടെ സ്വീകാര്യത, ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എൻ്റെ പിന്നിൽ പിന്നെയും കുറേ സംസാരങ്ങൾ വരാനുണ്ട്. പ്രത്യേകിച്ച് മുനീർ ഹുദവി വിളയിൽ ദാറുൽ ഹുദ സന്ധ്യ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന് തയ്യാറായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു റസൂൽ വന്നിരിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ എന്നാണ് പറയുന്ന അർത്ഥം. അതിലിപ്പോൾ എന്താ അത്ര പ്രത്യേകത, കൗതുകം, പ്രസക്തി എന്നൊക്കെ ചിലർ ആലോചിക്കും. വളരെ ചുരുക്കി പറഞ്ഞാൽ, റസൂലായി നിയോഗിക്കാൻ പറ്റിയ ഒരാൾ അന്ന് ലോകത്തുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനത്തെ ഒരു പശ്ചാത്തലമായിട്ടും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ നമ്മൾ അയച്ചു തന്നു. അറേബ്യയിൽ ജാഹിലിയത്ത് കൊടികുത്തി വാഴുകയായിരുന്നു അന്ന്. ഡാർക്ക് ഏജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അന്ധകാര യുഗം. ഖുർആനിലും ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു സംസ്കാരവും മാന്യതയും മഹത്വവും ശ്രേഷ്ഠതയും ഒന്നുമില്ലാത്ത മനുഷ്യ മൃഗങ്ങളാണെന്ന് ജീവിച്ചിരുന്നതെന്നർത്ഥം. അവിടെ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യ വാസമുണ്ടായിരുന്ന ഏതേതെല്ലാം പുരാതന സംസ്കാരങ്ങളുടെ ഭൂമികകളുണ്ടോ അവിടെയൊക്കെ അങ്ങനെയായിരുന്നു അവസ്ഥ. ഇന്ത്യയുടെ കാര്യം നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ടാവും. സാംസ്കാരികമായി വളരെ വളരെ അധപ്പതിച്ചൊരു മനുഷ്യ സമൂഹം. ചൈനയിലും അങ്ങനെ തന്നെയായിരുന്നു. മറ്റൊന്ന് ഈജിപ്താണ്, അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഫറവോമാരുടെ ഭരണമായിരുന്നല്ലോ അവിടെ. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ. മാത്രമല്ല, അങ്ങനെ ഒരു റസൂൽ എന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ ആളുകൾ ചോദിക്കുക, ഞങ്ങളമാരുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റുക. അബശറുൻ യഹ്ദൂനന വഖാല അല്ലദീന കഫറു അബശറുൻ യഹ്ദൂനന. ഒരു മനുഷ്യനാണോ ഞങ്ങളെ മാർഗദർശനം ചെയ്യുക? ഞങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ, പിന്നെ ഞങ്ങളുമാരിലുള്ള വന്ന് ഞങ്ങളെ മാർഗദർശനം ചെയ്താൽ? ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ വിഷയം ചർച്ചാ വിധേയമായിട്ടുണ്ട്. റസൂൽ മനുഷ്യനായി വന്നാൽ അവർ പറയും, നീ ഞങ്ങളുമാരുള്ളൊരു മനുഷ്യൻ തന്നെയല്ല. ആ ചോദ്യത്തിന് ഉത്തരമാകണമെങ്കിൽ മലക്കിനെ അയച്ചിട്ട്
റസൂലാക്കണം. മലക്കനെ അയച്ചാലോ മനുഷ്യന് കാണാൻ കഴിയില്ല. മലക്കുകൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അടിയിലൊക്കെ, കാണാൻ കഴിയില്ല. അപ്പം പിന്നെ അവർക്ക് കാണണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ കോലത്തിലാക്കണം മലക്കിനെ. അപ്പോൾ ഇവർ പറയും ഞങ്ങളമാരുടെ മനുഷ്യൻ തന്നെയുള്ളൂ അയാൾ, പിന്നെ എങ്ങനെ അയാളെ പിൻപറ്റുക? അത് അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസു. അയക്കപ്പെടുന്ന റസൂൽ ഒരു മലക്കാണെങ്കിൽ മനുഷ്യർക്ക് അവരെ കാണണമെങ്കിൽ, അദ്ദേഹവുമായി അഭിമുഖ സംഭാഷണങ്ങൾ നടത്തണമെങ്കിൽ ഒരു മനുഷ്യനാക്കണം, മനുഷ്യൻ്റെ കോലത്തിലാക്കണം, ഒരു ആണാക്കണം. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ, അവരെ മാതിരി ഒരു ആണാക്കണം ഈ മലക്കിന്. അപ്പോഴോ അപ്പോൾ വീണ്ടും പഴയ പ്രശ്നം വരും, വലലബസ്നാ അലൈഹിം മാ യൽബിസ്. അപ്പോൾ അങ്ങനെ റസൂലായി അയക്കപ്പെടാൻ പറ്റിയ ഒരൊറ്റ മനുഷ്യനും ജീവിച്ചിട്ടില്ലാതിരുന്ന ആ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയച്ചു. എന്നിട്ട് അന്ധകാരത്തിൽ വിലയിച്ചു കഴിഞ്ഞിരുന്ന ലോകത്തെ 2 പതിറ്റാണ്ട് കാലം കൊണ്ട് മാതൃകായോഗ്യമായൊരു സമൂഹമാക്കി അല്ലാഹു മാറ്റി. നബുവത്തിട്ട് 23 കൊല്ലം മുത്തനബി ജീവിച്ചത്. അതിൽ ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായിട്ടാണ് ദീൻ ദഅവത്ത് ചെയ്തത്. 3 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലും. ഈ 20 കൊല്ലക്കാലം കൊണ്ട്, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചു. എല്ലാ അമ്പിയാ മുർസലങ്ങളും അങ്ങനെ തന്നെ, ജനങ്ങൾക്കിടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചില്ലായിരുന്നു. എന്നിട്ട് അവരെ ഒക്കെ മാതൃകായോഗ്യരാക്കി ഓരോരുത്തരെയും. എൻ്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ഒരാളെ നിങ്ങൾ പിൻപറ്റിയോ അവൻ മാർഗദർശനം പ്രാപിച്ചു. ആരൊരാളെ പിൻപറ്റിയാൽ ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ആരായാലും മതി. അത്രമാത്രം ഓരോ വ്യക്തിയും മാതൃകായോഗ്യനായി, ഓരോ വനിതയും മാതൃകായോഗ്യ ആയി എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. മനുഷ്യത്വത്തിൻ്റെ സകല ലക്ഷണങ്ങളും നശിച്ചു പോയിരുന്നു. ഏതേതൊക്കെ രംഗത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റങ്ങൾ വരുത്തിയത് എന്ന് ഇവിടെ വിശദീകരിക്കാൻ കഴിയില്ല. എല്ലാ രംഗത്തും മനുഷ്യത്വം എന്നൊന്നുണ്ടല്ലോ, മാനവിക സംസ്കാരം, അത് ജീവിതത്തിൽ ഉടനീളം അവരിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് കാണിച്ചു. ആ സ്വഹാബികളാണ് പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സഞ്ചരിച്ച് അവിടെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തത്. നമ്മുടെ ഇന്ത്യയിലും അവർ വന്നു. പിന്നെ അല്ലാഹു തആല പ്രവാചകന്മാരെ അയക്കൽ നിർത്തി. മുത്തനബി ജനിച്ചിട്ട് 1500 കൊല്ലമായി എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ 1500 കൊല്ലം എന്ന് പറഞ്ഞാൽ 1447 ഇപ്പം നമ്മളുള്ളത്. 1447. അത് ഹിജ്റ നിദാനമാക്കി ആവിഷ്കൃതമായ കലണ്ടറാണ്, ഹിജ്റ കലണ്ടർ. ഹിജ്റ ചെയ്തതാകട്ടെ മുത്തനബിക്ക് 53 വയസ്സായപ്പോഴാണ്. 40 വയസ്സിൽ നുബുവത്ത് കിട്ടി, നേരത്തെ സൂചിപ്പിച്ചു. 3 കൊല്ലം രഹസ്യ പ്രബോധനം നടത്തി, 43ആയി. 10 കൊല്ലം മക്കത്ത് പിന്നെയും നിന്നു, അപ്പോൾ 53ആയി. അപ്പോൾ 53 പ്ലസ് 1447, 1500.
അപ്പോൾ ഈ 1500 കൊല്ലത്തിന് ശേഷം പിന്നെ ജനങ്ങൾക്ക് അമ്പിയാ മുർസലീങ്ങളുടെ വരവിൻ്റെ ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. വളരെ പ്രസക്തമായ, വളരെ പ്രധാനമായ ആവശ്യമുണ്ട്. ഇന്നത്തെ സ്ഥിതിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം എന്താ പരിഹാരം? അതിന് പരിഹാരം ഓരോ മുഅ്മിനും നുബുവ്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. നേരായ വഴി പറഞ്ഞു കൊടുക്കുക, തെറ്റായ വഴി അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ആരെയും ചെയ്യുമ്പോൾ അവരെ അത് ഗുണദോഷിക്കുക, ഉപദേശിക്കുക, അവരതിൽ നിന്ന് തടഞ്ഞു നിർത്തുക. ഇതാണ് അമ്പിയാ മുർസലീങ്ങൾ ചെയ്തത്. അത് ഓരോ മുഅ്മിനും ചെയ്യണം എന്നാണ്. ഓരോ മുഅ്മിനും ചെയ്യണം. സാധാരണ മുഅ്മിൻ അറിയണ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളുണ്ട്, അതോ ചെയ്യണം. പണ്ഡിതന്മാരായ ആളുകളെ വിശദമായിട്ട് ചെയ്യണം. പരത്തി പറയാൻ സമയമില്ല. അപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്തും മുസ്ലിമീങ്ങളുണ്ടെന്ന്. ഉദയസൂര്യന് ചുവട്ടിലെങ്ങും, അഥവാ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയും മുസ്ലിമീങ്ങളുണ്ട്. അവരീ കാര്യം നിർവഹിക്കണം. മുത്തനബിയെ നമ്മൾ ഏൽപ്പിച്ചു പോയതാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ചെയ്യണം. പിന്നെ സ്പെഷ്യലൈസ്ഡായ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ പ്രത്യേക പരിശീലനം നൽകപ്പെട്ട, അറിവ് നൽകപ്പെട്ട ആളുകൾ സവിശേഷമായും അത് നിർവഹിക്കണം. അതാണ് ദാറുൽ ഹുദ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറുൽ ഹുദ 40 കൊല്ലം മുൻപ് സ്ഥാപിതമായപ്പോൾ വളരെ വിപുലമായി ആ കാര്യം നിർവഹിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ CH ഹൈദറൂസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി തുടങ്ങിയ ആളുകൾ അത് വിപുലമായി ചിന്തിച്ചു. ദാറുൽ ഹുദയുടെ സംസ്ഥാപനങ്ങളിലും അതിൻ്റെ സഞ്ചാര പഥങ്ങളിലുമൊക്കെ സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പല വിധത്തിലുള്ള സഹായങ്ങൾ. ഇന്നിപ്പോൾ ഈ ഓഡിറ്റോറിയം നമുക്ക് വിട്ടു തന്നത് ഇതിനുള്ളൊരു സഹായമാണ്. ഉണ്ണിയൻകുട്ടി ഹാജി സഹോദരന്മാർ അവരുടെ കുടുംബത്തിലൊക്കെ ഇതിൻ്റെ ഈ പുണ്യകർമ്മത്തിൻ്റെ സ്വീകാര്യത കൊണ്ട് അള്ളാഹു തആല സർവ്വവിധ ക്ഷേമ ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ, ആമീൻ നമുക്ക് ദുആ ചെയ്യാം. ഇങ്ങനെ ഒരു മീലാദ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഇങ്ങനെ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ സസന്തോഷം അത് അനുവദിച്ചു തന്നു. ദാറുൽ ഹുദ ഒരു കൊല്ലം, ഒരു മാസം നടക്കാൻ 2.5 കോടിയിലധികം ഉറുപ്പിക വേണം. അതിൽ പല നിലക്കും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ അതിൽപ്പെട്ടവരായിരിക്കും. നിങ്ങളൊക്കെ ധാരാളമായി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ദാറുൽ ഹുദയുടെ കൂടെ സഹസഞ്ചാരം നടത്തുന്നവർ. കൂടുതൽ കൂടുതൽ സഹായ സഹകരണങ്ങളിൽ നിങ്ങളിൽ നിന്നൊക്കെ കിട്ടണം. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരിൽ നിന്ന്, അതിനെ സ്നേഹിക്കുന്നവരിൽ നിന്ന്, അതിൻ്റെ ഉപഘടകങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്ന്, ബഹുജനങ്ങളിൽ നിന്നൊക്കെ ധാരാളമായ സഹായ സഹകരണങ്ങൾ കിട്ടണം. അപ്പോഴേ അത്തഹിയ്യാത്ത് അറിയാത്ത, ശഹാദത്ത് കലിമ അറിയാത്ത, ഫാത്തിഹ സൂറത്ത് അറിയാത്ത, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള ആളുകളിൽ അള്ളാഹിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയുള്ളൂ. വളരെ ആവേശമാണ് അത്തരം ആളുകൾക്ക് പഠിക്കാൻ. അങ്ങനെയാണ് നമ്മളെ അനുഭവം. അൽഹംദുലില്ലാ ആന്ധ്രയിൽ ആദ്യം നമ്മൾ ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കിയത്. അവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികൾ ഇപ്പോൾ അൽഹംദുലില്ലാ ഫീൽഡിൽ ഇറങ്ങി ദീനീ ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തുടങ്ങിയത് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിൽ ബീർഭൂമിൽ. അവിടെയുള്ള കുട്ടികൾ പുറത്തിറങ്ങി അവർ ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ദീനീ ദഅവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഹുദവികൾ പുറത്തിറങ്ങി അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ, ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ അവരുണ്ട്. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അതിവിപുലമായ അവിടെയുള്ള മുസ്ലിം കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾ ഹുദവികൾ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വിദ്യാഭ്യാസവും നൽകാനുള്ള സംവിധാനങ്ങൾ സ്കൂളുകൾ അവർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾ വാങ്ങി ഇസ്ലാമിക ദീനീ പരിഷ്കരണ പരിവർത്തനങ്ങൾ വരുത്തി സ്കൂൾ വിദ്യാർത്ഥികൾ മുമ്പ് 5 കൊല്ലം മുമ്പ് ചെന്നപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ പെൺകുട്ടികളെ കണ്ടാൽ അറിയില്ല മുസ്ലിമോ ഗൈർ മുസ്ലിമോ എന്ന്.
ഇന്നിപ്പോൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ ഓക്സ്ഫോർഡ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ പോയി കാണണം. അള്ളാഹു നമുക്ക് ചെയ്തു തന്നൊരു നിഅമത്താണ് എന്ന നിലക്ക് അതിനെ റാങ്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ. അവർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത അതിമഹത്തായ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ അള്ളാഹു വഴി വെട്ടിത്തെളിച്ച് തന്നിരിക്കുന്നു എന്നതിനെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. കേരളത്തിലെ മുസ്ലിമീങ്ങൾ 1 കോടിയിൽ താഴെയുള്ളൂ. ഉത്തർപ്രദേശിലെ മുസ്ലിമീങ്ങൾ മാത്രം 4.5 കോടിയുണ്ട്. വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. അത്തയ്യാത്തും ഫാത്തിഹയും അറിയാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ചെയ്തു തന്നൊരു മഹത്തായ സൗഭാഗ്യമാണത്. കൂടുതൽ ശക്തമായി, വിപുലമായി, വ്യാപകമായി, സുചിന്തിതമായി, ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച് തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചത് ഈ 16-ാം നൂറ്റാണ്ടിലുള്ള 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഇസ്ലാം പ്രായോഗികമാണോ എന്ന് സംശയിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് PSMO കോളേജിൽ, മഹാരാജാസ് കോളേജിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മൗലവിമാരും തങ്ങന്മാരെയും ആജിയന്മാരും മാലിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ മക്കൾ ഇസ്ലാമോ ഈ കാലത്തോ 21-ാം നൂറ്റാണ്ടിലോ ഒന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കത് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവരങ്ങനെ പറയില്ല. അതില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇസ്ലാമിൻ്റെ ബദ്ധവേരികൾ എന്ന് മൊത്തത്തിൽ മുദ്ര കുത്തപ്പെട്ട ഓറിയൻ്റലിസ്റ്റുകളിൽ പലരും ഇസ്ലാമിനെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. വാഷിങ്ടൺ ഇർവിങ് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധനായ ഓറിയൻ്റലിസ്റ്റ് ദി ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അത്ഭുതകരമായ വിധത്തിലുള്ള പ്രസ്താവനകൾ, വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കുട്ടികൾ നമുക്കുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ. ഹിസ്റ്ററി ഓഫ് കൾച്ചർ ഓഫ് അറബ്സ് എന്ന പുസ്തകത്തിൽ അതിൻ്റെ ഓദർ, അതിൻ്റെ മുസന്നിഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് വളരെ വിശദമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മഹൽ കൃത്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് മൂല്യനിർണ്ണയം നടത്തപ്പെടുന്നതെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും മഹാനായ വ്യക്തിയാണ് മുഹമ്മദ് നബി എന്നാണ് ഒരിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ പഠിച്ചാലങ്ങനെയാണ്. പഠിക്കാത്തവർ മറിച്ചു ചോദിക്കും. പഠിക്കാത്തവർ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ വീട്ടിൽ നിന്ന് പോകണ കുട്ടികൾ. ഇത് 1, 5, 10, 25 ആളുകൾ പുസ്തകം എഴുതിയത് മാത്രമല്ല, അമേരിക്കയിലും യൂറോപ്പിലുള്ള ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വരുന്നതായി അമേരിക്കയിലും യൂറോപ്പിലുമായിട്ട്. ഇസ്ലാമിൽ നിന്ന് ഏറ്റവും അകന്ന രാജ്യങ്ങളായിരുന്നു അത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട്? മറ്റു മതങ്ങളിൽ നീണ്ട കാലം ജീവിച്ചിട്ട് ജീവിതത്തിന് ഒരു അർത്ഥമുള്ളതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കുക. പഠിച്ചാലങ്ങനെയാണ്. വസ്തുനിഷ്ഠമായ പരാമർശങ്ങളും വിവരണങ്ങളും അംഗീകാരങ്ങളുമാണ് പരിശുദ്ധ ഖുർആനിൽ ഓരോ കാര്യത്തെ പറ്റിയുള്ളത്. ശാസ്ത്രീയ വിശകലനങ്ങൾ വേണോ? അത് ഖുർആനിലുണ്ട്. മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ വേണോ? അതൊക്കെ ഉണ്ട്. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാൽ. എല്ലാ വിജ്ഞാനശാഖകളും ഖുർആനിലുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ ആളുകൾ ശ്രമിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിവികാസം, ഹൃദയവിശാലത അവർക്ക് വന്നിട്ടില്ല. ഉണ്ടായാൽ സത്യം കണ്ടെത്താൻ കഴിയും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ഋജുവായ പന്താവിലേക്ക്
ഈ ഖുർആൻ വഴി തെളിക്കുക തന്നെ ചെയ്യും, തീർച്ച. ഖുർആനിലുള്ളത് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശുഭവൃത്താന്തം നൽകുകയും ചെയ്യുന്നതാണ് ഖുർആൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മഹല്ലത്തിലെ യുവജന വിദ്യാർത്ഥികൾക്ക്, ബഹുജനങ്ങൾക്ക്, നമ്മുടെ കഴിവിൽ പറ്റപ്പെട്ട മറ്റ് ആളുകൾക്ക് ഒക്കെ ഇസ്ലാമിക സന്ദേശങ്ങൾ കൈമാറേണ്ടതുണ്ട്. അതിനുള്ള പ്രതിഫലം ദുന്യാവെന്ന് കിട്ടും, ആഖിറത്തുനിന്നും കിട്ടും. ദുന്യാവെന്ന് കിട്ടൽ എങ്ങനെയെന്ന് വെച്ചാൽ ജീവിതത്തിൽ, മക്കളിൽ, സ്വത്തിൽ, സമ്പാദ്യങ്ങളിൽ എല്ലാം ബർക്കത്തുണ്ടാവും. അങ്ങനത്തെ ആളുകളോട് കൂടെയാണ് അള്ളാഹു എന്ന ഖുർആനിൽ ഒരിടത്തുള്ളത്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവരാവുകയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാവുകയും ചെയ്താൽ അവരോടൊപ്പം അള്ളാഹു ഉണ്ട്, തീർച്ച. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അൽഹംദുലില്ലാഹ് ചെമ്മാട് മഹല്ലത്തിൽ ഇപ്പം പെൺകുട്ടികൾക്ക് പഠിക്കാൻ സ്ഥാപനമുണ്ട്, ഉയർന്ന പഠനത്തിന്. സ്കൂൾ വിഷയങ്ങളും ദീനീ വിഷയങ്ങളും ഒന്നിച്ചു പഠിക്കാൻ ഖിദ്മ വിമൻസ്, പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ. ഇതൊക്കെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് സംസാരിക്കാൻ അനുവദിച്ച 25 മിനിറ്റായി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.